അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള സംസ്ഥാനത്തെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് പ്രചരണത്തിൻ്റെ ആവേശച്ചൂടിലായിരിക്കും മൂന്ന് മുന്നണികളും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. അല്ലമീൻ ഇപ്പോൾ ആറ്റിങ്ങലിൽ മറ്റൊരു ഭാഗത്താണ് നിൽക്കുന്നത്. ആറ്റിങ്ങലിൽ നിന്നാണ് അല്ലമീൻ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. അല്ലമീൻ, നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുക. മുന്നണികൾ ആവേശം കൂട്ടുമ്പോഴും ചിലയിടങ്ങളിലെങ്കിലും ചില സ്ഥാനാർത്ഥികൾ എത്തിയിട്ടില്ല. 4 ഇടങ്ങളിൽ BDJ സഖ്യം സ്ഥാനാർത്ഥികൾ നിർത്തേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ തീയതി പ്രഖ്യാപിച്ചതോടുകൂടി മൂന്ന് മുന്നണികളും വലിയ ആവേശത്തിൽ തന്നെയല്ലേ അല്ലമീൻ? അരുൺ, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അറയും തലയും മുറുക്കി രംഗത്തിറക്കാനുള്ള തത്രപ്പുറപ്പാടിലാണ് മുന്നണികൾ ഓരോരുത്തരും. പ്രചരണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടി വന്നപ്പോൾ അതിനൊരു ഔദ്യോഗിക സ്വഭാവം വന്നിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ എല്ലാ തരത്തിലും കാടിളക്കി മറച്ചുള്ള പ്രചരണം തന്നെയായിരിക്കും മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വലിയ അനുകൂല തരംഗം ഇത്തവണയും ആ ഒരു വിജയത്തേരിലേറി മുന്നോട്ട് പോവുക എന്നതിൽ കുറഞ്ഞൊന്നും UDF പ്രതീക്ഷിക്കുന്നില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ കൈവിട്ടു പോയ ആലപ്പുഴ കൂടിയും പിടിച്ചടക്കി 20-20 എന്നുള്ളൊരു മുദ്രാവാക്യമാണ് കോൺഗ്രസും UDF-ഉം ലക്ഷ്യം വെക്കുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വലിയൊരു നാണക്കേടാണ് ഉണ്ടായത്. ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. കനൽ ഒരു തരി മതി എന്ന് പറയുമ്പോഴും വലിയ തരത്തിലുള്ളൊരു നാണക്കേട്, വലിയ തരത്തിലുള്ള ക്ഷീണം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട്. ആ നാണക്കേടും ആ പരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുക, അതിൽ നിന്ന് മുക്തരാവുക എന്നുള്ളതാണ് ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത്. കൂടുതൽ സീറ്റുകൾ വിജയിക്കുക. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളെയൊക്കെ ഫീൽഡ് ചെയ്തുകൊണ്ടുള്ള മത്സരത്തിനാണ് ഇടതുമുന്നണി തയ്യാറെടുത്തിരിക്കുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എന്തു വില കൊടുത്തും അക്കൗണ്ട് തുറന്നേ മതിയാകും. അതിന് ഏത് പണി പയറ്റേണ്ടി വന്നാലും, എത്ര അടവുകൾ പയറ്റേണ്ടി വന്നാലും അതിന് രംഗത്തിറങ്ങി BJP മരുന്നു. ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനത്ത് വലിയ തരത്തിലൊരു പോരാട്ടം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പ്രചരണം കൂടുതൽ കൊടുക്കും. പ്രചരണ രംഗത്ത് വിഷയങ്ങൾ ഏതു മാറി വന്നാലും പൗരത്വ ഭേദഗതി തന്നെയായിരിക്കും ഇടതുമുന്നണിയുടെയും അതുപോലെ തന്നെ UDF-ന്റെയും തുറുപ്പ് ചീട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പൗരത്വ വിഷയം വരുന്നതിന് മുമ്പ്, കേന്ദ്ര വിജ്ഞാപനം വരുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിനെതിരെ ഒരുപിടി ആരോപണങ്ങൾ ആവനാഴിയിൽ ഉറപ്പിച്ചുകൊണ്ടാണ് UDF രംഗത്തേക്കിറങ്ങിയത്, BJP-യും രംഗത്തേക്കിറങ്ങിയത്. പല വിഷയങ്ങളിൽ സർക്കാരിനെയും ഇടതുമുന്നണിയും പ്രതിരോധത്തിലാക്കാനാകുമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു വിലയിരുത്തലും പ്രതീക്ഷയും കണക്കുകൂട്ടലും. ആ കണക്കുകൂട്ടലുകൾക്ക് മേൽ ഒരു ഇടുത്തി പോലെയാണ് കേന്ദ്ര വിജ്ഞാപനം ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അതോടുകൂടി തന്നെ മുഖ്യമന്ത്രിയും ഇടതു നേതാക്കളും CPM-ഉം സർക്കാരുമൊക്കെ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണത്തിലേക്ക് ഈ വിഷയത്തെ മാറ്റിവിട്ടിട്ടുണ്ട്. സ്വാഭാവികമായി ഒരു ഫോക്കസിംഗ് പോയിന്റായി അത് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പൗരത്വ വിഷയം ചർച്ചയായി നിന്നാലും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വിഷയങ്ങൾ BJP-യും UDF-ഉം ആയുധമാക്കും. അത് സാമ്പത്തിക പ്രതിസന്ധി, ശമ്പള പ്രതിസന്ധി, ശമ്പളം മുടങ്ങിയൊരു സാഹചര്യം, സിദ്ധാർത്ഥന്റെ മരണം, അങ്ങനെ ഒരുപിടി ആയുധങ്ങൾ സർക്കാരിനെതിരെ ഉണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ, ഇതിനെ മറികടക്കാൻ എന്തു തന്ത്രങ്ങളായിരിക്കും ഇടതാവനാടിയിൽ നിന്ന് പ്രയോഗിക്കുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും UDF-നെതിരെ ഇടതുപക്ഷം ആയുധമാക്കുന്നത് ഈ പൗരത്വ ഭേദഗതി വിഷയത്തിൽ UDF-ന് ആത്മാർത്ഥതയില്ല എന്നുള്ളത് ഒന്ന്. അത്തരമൊരു പ്രചരണത്തിലൂടെ ന്യൂനപക്ഷ പിന്തുണ ആർജിക്കാനാകുമെന്നുള്ളതാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ. ഒപ്പം കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കുള്ള ഒഴുക്ക്, അതും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുറപ്പിക്കാനാകുമെന്ന് ഇടതുപക്ഷം വലിയ രീതിയിൽ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതെല്ലാമാണ് അവരുടെ ഒരു പ്രതീക്ഷാ ഘടകങ്ങളായി നിൽക്കുന്നത്. അതോടൊപ്പം മുതിർന്ന നേതാക്കളെ, സമുന്നതരായ നേതാക്കളെ രംഗത്തിറക്കിയുള്ള പോരാട്ടം കൂടിയാകുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു നാണക്കേട് ഒഴിവാക്കാനാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പൗരത്വ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന കേസുകൾ അതുയർത്തി സർക്കാരിൻ്റെ നിലപാട് പ്രതിരോധിക്കാനാകുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം പരമാവധി സിറ്റിംഗ് എംപിമാരെ രംഗത്തിറക്കാനാക്കിയതും അനുകൂല ഘടകമായി കാണുന്നു. ഒപ്പം ദേശീയ തലത്തിൽ ഇടതുമുന്നണി അംഗങ്ങൾ പോയിട്ട് എന്തു ചെയ്യാനെന്നൊരു ചോദ്യം അവർ വോട്ട് എവിടെയാണ് ഉള്ളത്? അല്ലമീൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആണെന്ന് തോന്നുന്നു അല്ലേ? ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർ തന്നെയാണ് അരവിന്ദ് കുമാർ. എനിക്കൊന്നും ആറ്റിങ്ങൽ ഈ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് മത്സരിക്കുന്നതിനുള്ള സംഘടനാ മെഷീനറിയൊക്കെ ഉണർന്നിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ അടൂർ പ്രകാശ് ഒരു വളരെ എഫക്റ്റീവായ ഒരു പോൾ മാനേജറാണ്. അപ്പോൾ ഏത് ഇലക്ഷനെയും മാനേജ് ചെയ്യാൻ ശേഷിയുള്ള അടൂർ പ്രകാശും ഒപ്പം തന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇറങ്ങുന്നു. സംഘടനാ മേഖലയിലൊക്കെ തന്നെ സമ്പൂർണ്ണ മേധാവിത്വമുള്ള ഒരാളാണ് വിജോയ്ക്ക്. അപ്പോൾ കഴിഞ്ഞ തവണ സമ്പത്തിനെതിരെയുള്ള വികാരം ഇത്തവണ ഈ വിജോയ്ക്കെതിരെ ഒരു വികാരമായിട്ടില്ല. അപ്പോൾ അത് ഇടതുമുന്നണി വളരെ പ്രധാനപ്പെട്ട ശുഭപ്രതീക്ഷയോടുകൂടി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അത് നോക്കി കാണുന്നുണ്ടല്ലേ അല്ലബീൻ?
വലിയ രീതിയിൽ വലിയ പ്രതീക്ഷ പുറത്തുണ്ട്. നമ്മുടെ ആറ്റിങ്ങലിൻ്റെ ഒരു സ്വഭാവം അത് ഇടത് മുന്നണിക്ക് അനുകൂലമായ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടത് മുന്നണി ഒരു കോട്ടയായി നിന്നിരുന്നൊരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ. അവിടേക്കാണ് കോൺഗ്രസിൻ്റെ ഈ ഒരു ഇലക്ഷൻ മാനേജർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന, എവിടെ മത്സരിച്ചാലും അവിടെ വിജയിക്കാനാവുന്ന എല്ലാ കളവും ഒരുക്കാൻ കടുത്തുള്ള അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ ലാൻഡ് ചെയ്യുന്നു. മണ്ഡലം UDF-നൊപ്പം പോകുന്നു. പക്ഷേ ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ 2 മണ്ഡലങ്ങളുണ്ട്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. രണ്ടിടത്തും വലിയ മത്സരമാണ്. പക്ഷേ തിരുവനന്തപുരത്തേക്കാൾ ഒരു പക്ഷേ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയായിരിക്കും ആറ്റിങ്ങൽ നടക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ജോയി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ MLA ആകുന്നതിന് മുൻപൊക്കെ തന്നെ സംഘടനാപരമായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഒപ്പം ഇടതു സ്വഭാവമുള്ള ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ അനുകൂലമായി മാറുമെന്ന് തന്നെയാണ് ഇത്തവണ ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയെങ്കിലും അത് തിരിച്ചു പിടിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ വലിയ രീതിയിൽ ഇടതുമുന്നണിക്കുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശിൽ തന്നെയാണ് അവരുടെ പ്രതീക്ഷ. കഴിഞ്ഞ 10 വർഷമായിട്ട് സമ്പത്ത് ഇവിടെ MP ആയിരുന്നപ്പോൾ ഇല്ലാത്ത വികസനങ്ങൾ, അല്ലെങ്കിൽ അന്ന് കൊടുത്തിരുന്ന വാഗ്ദാനങ്ങളിൽ പലതും കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പിലാക്കാനോ ആ പദ്ധതികൾ തുടങ്ങാനോ ആയിട്ടുണ്ട് എന്നുള്ളത് UDF-ന് അനുകൂലമാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം കഴിഞ്ഞ തവണ BJP ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് 1 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയ മണ്ഡലത്തിൽ ഇത്തവണ കേന്ദ്രമന്ത്രി കൂടിയുള്ള V മുരളീധരൻ വരുമ്പോൾ, സംഘടനാ സംവിധാനം കൂടി ചലിക്കുമ്പോൾ വലിയ രീതിയിൽ മുന്നേറ്റം BJP-യും പ്രതീക്ഷിക്കുന്നു. എല്ലാം കൊണ്ടും വലിയ തരത്തിലൊരു മത്സരം തന്നെയായിരിക്കും ആറ്റിങ്ങൽ. ആറ്റിങ്ങലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അരുൺകുമാർ, പോരാട്ടങ്ങളുടെ ഒരു രണഭൂമി കൂടിയാണ് ആറ്റിങ്ങൽ എന്നുള്ളത്. ആറ്റിങ്ങൽ യുദ്ധമൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ആറ്റിങ്ങൽ ഒരു പോരാട്ടത്തിൻ്റെ രണഭൂമി കൂടിയാണ്. ആ രീതിയിൽ പല വമ്പന്മാരും മത്സരിച്ച് അടിതെറ്റിയൊരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ എന്നുള്ളതും എടുത്തു പറയേണ്ടത്. ആ അർത്ഥത്തിൽ ഇത്തവണ വലിയ പ്രതീക്ഷ മുന്നണികൾ പുലർത്തുമ്പോഴും അടിയൊഴുക്കുകളിൽ വലിയ ആശങ്കയും ഉണ്ട് BJP-ക്കും അതുപോലെ LDF-നും UDF-നും ഒക്കെ. ഏതായാലും എന്ത് സംഭവിക്കും ആറ്റിങ്ങലിൽ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. വലിയ വീറോടെയുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും ആറ്റിങ്ങലിൽ ഇത്തവണ നടക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. അല്ലമീൻ സ്ഥലങ്ങളൊക്കെ അറിയാവുന്ന കക്ഷിയല്ലേ. നമുക്കൊപ്പം ജോയി ഇടത് മുന്നണി സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റിയൊരു സ്ഥലം ആറ്റിങ്ങൽ എവിടെയാണ് ഉള്ളത് അല്ലമീൻ? ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് കയറി കഴിഞ്ഞാൽ എത്ര തട്ടുകടകൾ വേണമെങ്കിലും ചായ കുടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അരുൺകുമാർ അവിടെ പോയിട്ട് ചോയ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നല്ല കടിയും ചൂട് ചായയും ഒക്കെ കിട്ടുന്ന നിരവധി കടകൾ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത്. ഓക്കെ, താങ്ക് യു അല്ലമീൻ. അപ്പോൾ അല്ലമീൻ